എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വാഹനം വെക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമീപിച്ചപ്പോൾ വാഹനത്തിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ചലാൻ ഫൈൻ അടയ്ക്കാൻ പെൻഡിങ് ഉണ്ട്. ആ പിഴ അടയ്ക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ 16,000 രൂപയാണ് പിഴ അടയ്ക്കേണ്ടത്. എങ്ങനെയാണ് ആ സാഹചര്യം വന്നതെന്ന് നോക്കിയപ്പോൾ അത് ഒരിക്കൽ വാഹനം ഓടിച്ചു പോയപ്പോൾ അതിൻ്റെ സൈലൻസർ, ഒരു ബുള്ളറ്റാണ്, സൈലൻസർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഓൾട്ടേർഡ് സൈലൻസറാണ്, അതുകൊണ്ട് അതിന് പിഴ അടയ്ക്കണം എന്നതുൾപ്പെടെ പറഞ്ഞു. പിന്നെ വാഹനം ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് കൊടുത്തു വിട്ടുവെന്നും പറയുന്നുണ്ട്. അതേസമയം വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആണ് ഫൈൻ അടയ്ക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ എല്ലാവരുടെ അറിവിലേക്കായിട്ട് പറയണമെന്ന് തോന്നി. അതിലൊന്നാമത്തെ കാര്യം, ഈ പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായി, ട്രാഫിക് റൂൾസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായി മൊബൈൽ ഫോണിലൂടെ ഫോട്ടോ എടുത്ത് അതിന് പിന്നീട് ഈ ചലാൻ കൊണ്ടുവരിക, അതല്ലെങ്കിൽ അതിന് ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റോഡ് സേഫ്റ്റി എന്നൊരു പരിധിയിൽ കൊണ്ടുവരിക എന്നത് പറ്റില്ല എന്ന് നമുക്കറിയാം. കാരണം അതിനെപ്പറ്റി ഇപ്പോൾ ആളുകളൊക്കെ ബോധവാന്മാരാണ്. പകരം പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കൃത്യമായി ഈ റൂൾ 167A എന്ന് പറഞ്ഞ അമെൻമെൻറ്റിലൂടെ 2021 വന്ന സെൻട്രൽ റൂൾസിൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റോഡ് സേഫ്റ്റി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ എന്തൊക്കെ കുറ്റങ്ങൾക്കാണ് ഇതിലൂടെ പിഴ ഈടാക്കാവുന്നതെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടത് 167A പറയുന്നത് ഇലക്ട്രോണിക് എൻഫോഴ്സ്മെൻറ്റ് ഡിവൈസ് എന്ന കാര്യത്തെപ്പറ്റി എന്ന പേരിലാണ് പറയുന്നത്. ഈ ഡിവൈസിന് ഇറ്റ് ഷാൽ ബി അപ്രൂവ്ഡ് ബൈ എ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഡിവൈസ് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ നൽകിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിരിക്കണം. അതുകൂടാതെ പറയുന്നത് ഇലക്ട്രോണിക് എൻഫോഴ്സ്മെൻറ്റ് ഡിവൈസ് മീൻസ് എ സ്പീഡ് ക്യാമറ, ക്ലോസ് സർക്യൂട്ട് ടെലിവിഷൻ ക്യാമറ, സ്പീഡ് ഗൺ, body wearable camera, dashboard camera, automatic number plate recognition, weigh-in machine and any such other technology specified by the state government. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്ത ടെക്നോളജി ഉപയോഗിച്ചായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് വേണം ഇങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് നടത്താൻ എന്നുള്ളതാണ് അതിൽ 167A എന്ന സെൻട്രൽ റൂൾസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഏതൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്, ഇങ്ങനെ ഫോട്ടോ എടുക്കാം എന്നുള്ളതാണ്. അതും വളരെ കൃത്യമായിട്ട് ഓഗസ്റ്റ് 19, 2021 ഈ നോട്ടിഫിക്കേഷൻ വന്ന അതേ ഡേറ്റിൽ തന്നെ ഇറക്കിയിട്ടുള്ള മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഒരു ലെറ്റർ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഏതിനൊക്കെ വേണ്ടി ഇങ്ങനത്തെ ഈ ഫൂട്ടേജ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിലൊന്ന്, നോട്ട് ഡ്രൈവിംഗ് വിത്ത് സ്പെസിഫൈഡ് സ്പീഡ് ലിമിറ്റ്, ഓവർ സ്പീഡ് പോയി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. 2, നോ പാർക്കിങ്ങിൽ വണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. 3, നോട്ട് അണ്ടർടേക്കിംഗ് സേഫ്റ്റി മെഷേഴ്സ് ഫോർ ഡ്രൈവേഴ്സ്, ഇപ്പോൾ ബെൽറ്റ് ഇടാതെ പോകുന്നത് അതിന് ഉപയോഗിക്കാം. 4, നോട്ട് വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ, ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഉപയോഗിക്കാം. അതുപോലെ ജമ്പിങ് റെഡ് ലൈറ്റ്, സിഗ്നൽ കടന്നു പോകുന്നതിനോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനോ, പിന്നെ ഡ്രൈവിംഗ് അഗെയിൻസ്റ്റ് ഓതറൈസ്ഡ് ഫ്ലോ ഓഫ് ട്രാഫിക്, വൺ വേ തെറ്റിച്ച് പോകുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അത് ഉപയോഗിക്കാം. പിന്നെ എക്സസീവ് വെയിറ്റ്, കൂടുതൽ വെയിറ്റ് കയറ്റി ഉപയോഗിക്കാം. ഡ്രൈവിംഗ് വിത്തൗട്ട് സേഫ്റ്റി സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിന് പറഞ്ഞു. അതുപോലെ ഡ്രൈവിംഗ് ലെയിൻ ട്രാഫിക് വയലേറ്റ് ചെയ്ത് പോകുന്നതിന് ഉപയോഗിക്കാം. ഗുഡ്സ് കാരേജ് ആണെങ്കിൽ അതിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കാം. അത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ ഫോട്ടോയിലൂടെ ഡിക്റ്റേറ്റ് ചെയ്യാവുന്ന ഒഫൻസ്. പക്ഷേ അത് തന്നെ ഈ ഒഫൻസിനെ പറ്റി പറയുമ്പോൾ എങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. എങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുത്ത് സമൻസ് അല്ലെങ്കിൽ അത് എൻഫോഴ്സ്മെൻറ്റിന് ഒരു ലെറ്റർ അയക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഹൈലൈറ്റിംഗ് ദ ഒഫൻസ് ആൻഡ് ദ ലൈസൻസ് പ്ലേറ്റ് ഓഫ് ദ വെഹിക്കിൾ, നമ്പർ പ്ലേറ്റ് കാണുന്ന രീതിയിൽ. ഇത് ഞാൻ പറഞ്ഞ കേസിൽ ഏത് വണ്ടിയാണെന്ന് പോലും മനസ്സിലാവില്ല, ഈ പറഞ്ഞ ആളുടെ വണ്ടിയുമല്ല. പക്ഷേ അത് മനസ്സിലാക്കാത്ത രീതിയിലാണെങ്കിൽ പോലും സൈലൻസർ മാറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഒഫൻസ് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ഒഫൻസ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മെഷർമെൻറ്റ് ഫ്രം ദി ഇലക്ട്രോണിക് എൻഫോഴ്സ്മെൻറ്റ് ഡിവൈസ്, ആ ഡിവൈസിൽ നിന്ന് എത്ര ദൂരത്തിൽ അകലെയാണ് ഈ വണ്ടി ഉള്ളത് നോക്കണം. ഡേറ്റ്, ടൈം ആൻഡ് പ്ലേസ് ഓഫ് ഒഫൻസ്, നോട്ടീസ് സ്പെസിഫൈയിങ് ദി പ്രൊവിഷൻ ഓഫ് ദി ആക്ട്, ഏത് വകുപ്പുകളാണെന്ന് പറയണം. പിന്നെ ഐഡൻറ്റിഫൈസ് ദ ഇലക്ട്രോണിക് റെക്കോർഡ് ആൻഡ് ഡിസ്ക്രൈബ്സ് ദ മാനർ ഇൻ വിച്ച് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ്, അതായത് ഇലക്ട്രോണിക് റെക്കോർഡ് ഏതാണ്, ഇത് എങ്ങനെയാണ് എടുത്തത്, ആ കാര്യങ്ങൾ പറയണം. ഗീവ് സച്ച് പെർട്ടിക്കുലേഴ്സ് ഓഫ് എനി ഡിവൈസ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദറ്റ് ഇലക്ട്രോണിക് റെക്കോർഡ് ആൻഡ് മേ ബി അപ്രോപ്രിയേറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ഷോവിംഗ് ദറ്റ് ഇലക്ട്രോണിക് റെക്കോർഡ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ. ഇത് എങ്ങനെ ഏത് ഡിവൈസ് ഉപയോഗിച്ച് എടുത്തു എന്നുള്ളതിൻ്റെ പെർട്ടിക്കുലേഴ്സ് കാണിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വേണം ഈ ഫൈൻ അടയ്ക്കാനുള്ള ഫോട്ടോ എടുക്കേണ്ടത് എന്നാണ് മിനിസ്ട്രി ഇറക്കിയിരിക്കുന്നത് ഈ ലെറ്ററിലും പറയുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, എപ്പോഴൊക്കെയാണ് ഏത് ഡിവൈസൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം എന്നുള്ളത്, കുറേ ഡിവൈസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു 167A പറയുന്ന റൂൾസിൽ പറയുന്ന കാര്യം. മറ്റൊന്ന്, എന്തൊക്കെ കുറ്റങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കുറ്റങ്ങൾക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ ഏത് കാര്യങ്ങൾക്കും, ഇപ്പോൾ ഞാൻ പറഞ്ഞ സൈലൻസർ മാറ്റി വെച്ചു എന്നുള്ളതിന് ഈ പറയുന്ന അതിൻ്റെ ലിമിറ്റിൽ വരുന്നില്ല, ഏതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പരിധിയിൽ വരുന്നില്ല. പക്ഷേ
അത് തന്നെ വാഹനം തെളിയാത്തൊരു വാഹനം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്ന ക്ലിയർ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഹൈലൈറ്റിംഗ് ദി ഒഫൻസ് ഓഫ് വെഹിക്കിൾ ആൻഡ് ലൈസൻസ് ഓഫ് പ്ലേറ്റ്, നമ്പർ പ്ലേറ്റ് കാണണം എന്നൊക്കെയാണ്. എന്നുള്ളത് കൊണ്ട് എൻ്റെ ആ സുഹൃത്തിന് വേണ്ടിയും കൂടി പറയുന്നുവെന്ന് മാത്രം.